ഭട്ടതിരിയുടെ പാണ്ഡിത്യത്തെക്കാൾ പൂന്താനത്തിൻ്റെ നിഷ്കളങ്കമായ ഭക്തിയാണ് തനിക്കിഷ്ടമെന്ന് ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് പറഞ്ഞതായി ഐതിഹ്യങ്ങൾ പറയുന്നു. പാണ്ഡിത്യമെന്നത് മറ്റുള്ളവരെ പരിഹസിക്കാനുള്ള ആയുധമല്ല, മറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള വിദ്യയാണ്. വിഭക്തി അഥവാ പാണ്ഡിത്യം, ഇതിനേക്കാൾ ഭഗവാനിഷ്ടം നിഷ്കളങ്കമായ ഭക്തിയാണ് എന്ന് ഭഗവാൻ പറയാനിടയാക്കിയ ആ കഥകളൊന്ന് കേട്ടുനോക്കാം. പൂന്താനത്ത് നമ്പൂതിരിയും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ജീവിച്ചിരുന്നത് ഒരേ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ പ്രിയപ്പെട്ട മലയാള കീർത്തനമായ ജ്ഞാനപ്പാന രചിച്ച ഗുരുവായൂരപ്പൻ്റെ പ്രിയഭക്തനായ പൂന്താനത്തെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മേൽപ്പത്തൂരാകട്ടെ സംസ്കൃതത്തിലെ മഹാപണ്ഡിതനും പ്രശസ്ത കവിയുമായിരുന്നു. പൂന്താനത്തിന് സംസ്കൃതത്തിലും തിരുവെഴുത്തുകളിലും വലിയ പ്രാവീണ്യമില്ലായിരുന്നു. കൂടാതെ അദ്ദേഹം പ്രാദേശിക ഭാഷയായ മലയാളത്തിൽ മിതവാദിയായ ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നു. പൂന്താനത്തിൻ്റെ വായനയും പാരായണവും കേട്ട് മേൽപ്പത്തൂർ ചിരിക്കുമായിരുന്നു. ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു പ്രഭാഷണത്തിൽ പൂന്താനം തെറ്റായി പത്മനാഭോ മരപ്രഭു എന്ന് ചൊല്ലിയപ്പോൾ ഭട്ടതിരി പൂന്താനത്തെ പരിഹസിച്ച് ചിരിച്ചു. പത്മനാഭൻ മരങ്ങളുടെ പ്രഭുവല്ല, അമരപ്രഭുവാണ്, അതായത് അനശ്വരന്മാരുടെ കർത്താവ് എന്ന് മേൽപ്പത്തൂർ തിരുത്തി പറഞ്ഞു. ഉടനെ അകത്തെ ശ്രീകോവിലിൽ നിന്ന് ഒരു സ്വർഗീയ ശബ്ദം മുഴങ്ങി, ഭഗവാൻ അമരപ്രഭുവും മരപ്രഭുവുമാണ് എന്ന്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഉച്ചാരണത്തിൻ്റെ സൂക്ഷ്മതകൾക്ക് വലിയ പ്രാധാന്യമില്ലെന്ന് ഈ ദിവ്യ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ചു. ഭക്തൻ്റെ ഭക്തിയുടെ ആത്മാർത്ഥതയാണ് ഭഗവാൻ വിലമതിക്കുന്നത്. ഭട്ടതിരിയോളം പണ്ഡിതനായിരുന്നില്ലെങ്കിലും പൂന്താനത്തിൻ്റെ ഗുരുവായൂരപ്പനെക്കുറിച്ചുള്ള കവിതകൾ ലാളിത്യവും തീക്ഷ്ണമായ ഭക്തിയും പ്രതിധ്വനിക്കുന്നതായിരുന്നു. പ്രചോദനത്തിൻ്റെ ഒരു വ്യക്തിയായി പൂന്താനം എപ്പോഴും ഭട്ടതിരിയെ കണ്ടിരുന്നു. ക്ഷേത്രത്തിൽ വച്ച് ഭട്ടതിരിയെ കണ്ടപ്പോൾ കവിയോടുള്ള ആഴമായ ബഹുമാനത്താൽ സ്വന്തം സൃഷ്ടിപരമായ ശ്രമങ്ങളിൽ നിന്നുള്ള ജ്ഞാനപ്പാനയ്ക്ക് എന്തെങ്കിലും മാർഗനിർദ്ദേശം തരാനായി പൂന്താനം ഭട്ടതിരിയെ സമീപിച്ചു. എന്നാൽ പൂന്താനത്തിൻ്റെ കൃതികളെ നോക്കുക പോലും ചെയ്യാതെ ഭഗവാന്റെ മുൻപിൽ മലയാളത്തിനല്ല സംസ്കൃതത്തിന് മാത്രമേ വിലയുള്ളൂ എന്നും പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കി. താൻ ആരാധിച്ചിരുന്ന ഒരാളിൽ നിന്ന് ഇത്തരം ഒരു അനുഭവം ഉണ്ടായതോടെ പൂന്താനം ആകെ തകർന്നുപോയി. ആ നിർഭാഗ്യകരമായ ദിവസം ഭട്ടതിരി നാരായണീയത്തിലെ പുണ്യവാക്യങ്ങൾ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഒരു ബ്രാഹ്മണ ബാലൻ യഥാർത്ഥത്തിൽ ഭഗവാന്റെ അവതാര രൂപം തന്നെ പ്രത്യക്ഷപ്പെട്ട് ആദ്യത്തെ ശ്ലോകത്തിൽ ഒരു തെറ്റും രണ്ടാമത്തെ ശ്ലോകത്തിൽ 2 തെറ്റും അങ്ങനെ തെറ്റുകൾ കണ്ടുപിടിച്ച് 10ാം ശ്ലോകം ചൊല്ലിയപ്പോഴേക്കും അതിൽ 10 തെറ്റുകൾ കണ്ടുപിടിച്ചു. ആ ബ്രാഹ്മണ ബാലനിൽ ഗുരുവായൂരപ്പൻ്റെ ദിവ്യ സാന്നിധ്യം മനസ്സിലാക്കിയ ഭട്ടതിരിക്ക് താൻ പൂന്താനത്തോട് ചെയ്ത തെറ്റ് ബോധ്യപ്പെട്ടു. സത്യത്തിൻ്റെ ആ പവിത്രമായ നിമിഷത്തിൽ പൂന്താനത്തിൻ്റെ കളങ്കമില്ലാത്ത വിശുദ്ധിയുടെ ആഴവും ഭട്ടതിരി മനസ്സിലാക്കി. പൂന്താനത്തെ നേരത്തെ പുറത്താക്കിയതിൽ പശ്ചാത്താപത്താൽ മതിമറന്ന് ഭട്ടതിരി വിനയപൂർവ്വം ആ ബാലൻ്റെ കാൽക്കൽ വീണു. മറുപടിയായി ഭഗവാൻ സൗമ്യമായി പറഞ്ഞു, പൂന്താനത്തിൻ്റെ ഭക്തി നിങ്ങളുടെ വിഭക്തിയേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. വെറും പണ്ഡിത ജ്ഞാനത്തേക്കാൾ ഭക്തിയുടെ പരമമായ പ്രാധാന്യം ഇത് വെളിപ്പെടുത്തുന്നു.